നമ്മളിപ്പം നമ്മുടെ പേപ്പറായിട്ടുള്ള റീഡിങ് ഓഫ് ഫ്രിഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വെൻ സാലിഹാൻ ടുക്ക് ഓൺ ദ രാജ്, വെൻ സാലിഹാൻ ടുക്ക് ഓൺ ദ രാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിൽ വെൻ സാലിഹാൻ ടുക്ക് ഓൺ ദ രാജ് എന്ന് പറയുന്നത് ഈസ് ആൻ ആർട്ടിക്കിൾ. അതൊരു ആർട്ടിക്കിളാണ്. പബ്ലിഷ്ഡ് ഇൻ ദ വെബ്സൈറ്റ് പീപ്പിൾസ് ആർക്കൈവ് ഓഫ് റൂറൽ ഇന്ത്യ ബൈ പി സായിനാഥ്. അപ്പം ഈ ഒരു ആർട്ടിക്കിള് ദ വെൻ സാലിഹാൻ ടുക്ക് ഓൺ ദ രാജ് എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിള് എഴുതിയിട്ടുള്ളത് പി സായിനാഥാണ്. പീപ്പിൾസ് ആർക്കൈവ് ഓഫ് റൂറൽ ഇന്ത്യ. റൂറൽ ഇന്ത്യയെ പറ്റി കൂടുതൽ അറിയാൻ, റൂറൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രാമവാസികൾ അല്ലേ, ഗ്രാമത്തിലെ പാവപ്പെട്ടവർ, ആദിവാസിക്കാർ, അവരൊക്കെ പറ്റിയിട്ടുള്ള കൂടുതൽ അവരുടെ ജീവിതങ്ങളൊക്കെ അറിയാനുള്ള ഒരു റെക്കോർഡ് എന്നോണം ഒരു വെബ്സൈറ്റിൽ പബ്ലിഷ് ആയിട്ടുള്ള പി സായിനാഥിൻ്റെ ഒരു ആർട്ടിക്കിളാണ് വെൻ സാലിഹാൻ ടുക്ക് ഓൺ ദ രാജ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? വെൻ സാലിഹാൻ ടുക്ക് ഓൺ ദ രാജ് എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിളാണ്. പി സായിനാഥാണ് അത് എഴുതിയിട്ടുള്ളത്. പീപ്പിൾസ് ആർക്കൈവ് ഓഫ് റൂറൽ ഇന്ത്യ എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ത്രോസ് ലൈറ്റ് ഓൺ ദ ലെസ് നോൺ സ്റ്റോറി ഓഫ് ദമന്തി ദേ സബർ സാലിഹാൻ. ഒരു സ്ത്രീയുടെ ജീവിതത്തെ പറ്റിയിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. ഈ സ്ത്രീനെ പറ്റിയിട്ട് കൂടുതൽ ആരും അറിഞ്ഞിരിക്കില്ല, നമ്മൾ പോലും ആ പേര് മുൻപ് കേട്ട് കാണില്ല. ആ സ്ത്രീയുടെ പേരെന്താ? ദമയന്തി ദേ സബർ എന്നാണ് ആ സ്ത്രീയുടെ പേര്. അവരെ സാലിഹാൻ എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ദമയന്തി ദേ സബർ എന്നു പേരുള്ള അവരുടെ മറ്റൊരു പേരാണ് എന്ത്? സാലിഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ, ആദിവാസിയായിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ആദിവാസി ഓഫ് സബർ ട്രൈബ് ഓഫ് ഒഡീഷ who along with other Adivasi women took on armed British police who had cracked down on their village Saliha in the year 1930. അപ്പോൾ ഈ ഒരു പെൺകുട്ടി ദമയന്തി ദേ സബർ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ആദിവാസി സബർ ട്രൈബ്, ഒഡീഷയിലെ ഒറീസയിലെ സബർ ട്രൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ആര്? ദമയന്തി ദേ സബർ. ആ ഒരു സ്ത്രീ ബാക്കി ഒരു 40 ആദിവാസി വുമൻ്റെ ഒപ്പം ബ്രിട്ടീഷുകാരെ, അതായത് ബ്രിട്ടീഷ് പോലീസിനെ ഫൈറ്റ് ചെയ്തു. ബ്രിട്ടീഷ് പോലീസിനെതിരെ ഫൈറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം ബ്രിട്ടീഷുകാർ അവരുടെ വില്ലേജ്, അവരുടെ ഗ്രാമം പിടിച്ചെടുക്കാനും ഗ്രാമവാസികളെ ഉപദ്രവിക്കാനുമായിട്ട് ചെന്നപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ഈ ഒരു ദമയന്തി ദേ സബറും ബാക്കിയുള്ള സ്ത്രീകളും കൂടെ ഫൈറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇൻ ദ ഇയർ 1930. അവളുടെ വില്ലേജിൻ്റെ പേരെന്താ? സാലിഹ എന്നാണ് അവരുടെ വില്ലേജിൻ്റെ പേര്. അങ്ങനെയാണ് അവൾക്ക് എന്തെന്ന് പേര് കിട്ടുന്നത്? സാലിഹാൻ എന്ന് പേര് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അവളുടെ ശരിക്കുള്ള പേരെന്താ? ദമയന്തി ദേ സബർ എന്നാണ്. അവളെ ആ ഒരു ഗ്രാമത്തിൻ്റെ പേരിൽ കിട്ടുന്ന പേരാണ് സാലിഹാൻ. അപ്പോൾ എല്ലാവരും അവളെ എന്തെന്ന് വിളിക്കുകയാണ്? സാലിഹാൻ എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദമയന്തി ദേ സബറിൻ്റെ കഥയാണിത്. ഇത് സ്വാതന്ത്ര്യത്തിന് മുൻപ് നടന്നിട്ടുള്ള ഒരു കാര്യങ്ങളും മറ്റൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഈ ഒരു സ്ത്രീ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ഈ സ്ത്രീനെ പറ്റി നമ്മളാരും കൂടുതലൊന്നും അറിഞ്ഞിട്ടില്ല. ഇൻ ദിസ് ആർട്ടിക്കിൾ, ഈ ഒരു ആർട്ടിക്കിളിൽ പി സായിനാഥ് പേസ് ട്രിബ്യൂട്ട് ടു ദ ബ്രേവറി ഓഫ് സാലിഹാൻ. ഈ ഒരു ആർട്ടിക്കിളിൽ എഴുത്തുകാരനായിട്ടുള്ള സായിനാഥ് ഒരു നന്ദിയോടെ സ്മരിക്കുകയാണ്. ആരെ? സാലിഹാൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ധൈര്യം കാണിച്ച സ്ത്രീനെ. ഹൂ ഈസ് എ ഫോർഗോട്ടൺ ഫിഗർ ഇൻ ദ ഹിസ്റ്ററി. പലരും ചരിത്രത്തിൽ ഇവരുടെ പേര് പോലും പറഞ്ഞ് കണ്ടിട്ടില്ല. ലിവിങ് ഇൻ ഡിഗ്രേഡിങ് പോവർട്ടി. ഈ സ്ത്രീ എന്നും ഭയങ്കര ദാരിദ്ര്യത്തിലൊക്കെ ജീവിച്ചിരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. ഹി കൺക്ലൂഡ്സ് ദ ആർട്ടിക്കിൾ ബൈ പെന്നിങ് എ സ്മോൾ പോയം. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൻ്റെ അവസാനം നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സായിനാഥ്, ഈ ആർട്ടിക്കിൾ എഴുതിയ എഴുത്തുകാരനായിട്ടുള്ള സായിനാഥ് ഒരു കവിത കൂടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കവിത? ദമയന്തി ദേ സബറിന് വേണ്ടിയിട്ട് ഒരു കവിത കൂടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. വെർ ഹി ടോക്ക് ഓഫ് ദ പൊളിറ്റിക്സ് ഓഫ് ദ മീഡിയ. അതിൽ
ഇന്നത്തെ രാഷ്ട്രീയത്തെ സമൂഹത്തിൽ എന്താ പറയുക, വലിയ പണക്കാർക്കും മറ്റും മാത്രം കൊടുക്കുന്ന പ്രാധാന്യം, മാധ്യമങ്ങൾ അവർക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നതിനെയൊക്കെ പറ്റിയിട്ട് പറയുന്നുണ്ട് ആ ഒരു കവിതയിൽ. ദ ഷൻ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ലൈക്ക് ഹെർ. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ഇങ്ങനെയുള്ള സ്ത്രീകളെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ പറയുന്നില്ല എന്നും സായിനാഥ് പറയുന്നുണ്ട്. ഫ്രം മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. കാരണം എന്താ, ദമയന്തി ദേയ് സബർ എന്ന് പറയുന്ന സ്ത്രീ ഒരു ആദിവാസി ഗോത്രത്തിൽ പെട്ടതായതുകൊണ്ട് തന്നെ അവരുടെ ബ്രേവറി, അവരുടെ ധൈര്യം, അവർ കാണിച്ച ധീരത ഒന്നും ആരും പ്രാധാന്യം കൊടുത്തില്ല എന്ന് പറയുകയാണ്. ദ ആർട്ടിക്കിൾ ഹൈലൈറ്റ്സ് ദ ഹിതർട്ടോ അൺനോൺ ഹീറോസ് ഓഫ് റൂറൽ ഇന്ത്യ. ഈ ഒരു ആർട്ടിക്കിൾ സായിനാഥ് എഴുതിയിട്ടുള്ള ഈ ഒരു ആർട്ടിക്കിൾ എപ്പോഴും ഉയർത്തി കാണിക്കുന്നത് റൂറൽ ഇന്ത്യയിലെ, അതായത് ഗ്രാമത്തിലേക്ക് റിയൽ ആയിട്ടുള്ള ഹീറോകളെ കുറിച്ചിട്ടാണ്. ഹു ഹാഡ് ഷോൺ ഫിനോമിനൽ കറേജ് ഇൻ ഫൈറ്റിംഗ് ദ ബ്രിട്ടീഷ്. അവർ ഒരുപാട് ധൈര്യം കാണിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാനായിട്ട്. അങ്ങനെയുള്ളവരെ കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ബട്ട് റിമെയിൻ ഇൻ ദ അനോണിമിറ്റി ബോത്ത് ഇൻ ഹിസ്റ്ററി ബുക്സ് ആൻഡ് ദ മീഡിയ. അപ്പോൾ എന്താണ്, ഇങ്ങനെയുള്ള ആദിവാസി ഗോത്രങ്ങളിൽ പറ്റിയിട്ടുള്ള ആളുകളൊക്കെ ആകുമ്പോൾ, കമ്മ്യൂണിറ്റിയിൽ പറ്റിയിട്ടുള്ള ആളുകളൊക്കെ ആകുമ്പോൾ അവർക്ക് കൂടുതൽ പണമോ സ്റ്റാറ്റസോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരാരും മുൻപന്തിയിലേക്കോ അവരെക്കുറിച്ച് ആരും എഴുതാറുമില്ല. അപ്പോൾ അതിനൊക്കെ കുറിച്ച് പറയുന്ന ഒരു ആർട്ടിക്കിളും ദമയന്തി ദേയ് സബറിൻ്റെ ലൈഫും അവരാരാണ് എന്നുള്ളതും അവർക്ക് ഒരു നന്ദി എന്നോണം ഒരു ട്രിബ്യൂട്ടായിട്ടുള്ള എഴുതുന്ന ഒരു കവിതയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ പറ്റുക. പി സായിനാഥാണ് ഇത് രണ്ടും എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പം നോക്കിയത് ഇതിൻ്റെ ഒരു ഇൻട്രോ ഭാഗമാണ്. നമുക്ക് ദമയന്തി ദേയ് സബറിനെ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ കിട്ടാനും ഒരു സമ്മറി കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ദമയന്തി ദേയ് സബർ. പി സായിനാഥ് ഇവരോട് സംസാരിക്കാനായിട്ട്, ഇവരോട് കൂടുതലായിട്ട് ഇവരെന്തൊക്കെ ചെയ്തു, ബ്രിട്ടീഷുകാരെ എങ്ങനെയൊക്കെ ഇവർക്ക് എതിരെ വന്നു എന്നതിനൊക്കെ കുറിച്ചിട്ടൊരു ടോക്ക് നടത്താനായിട്ട്, ഇവരെ മീറ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻ്റർവ്യൂ എന്നോണം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തിട്ടുള്ളൊരു ഫോട്ടോ ആണ്. ഒരുപാട് ഒരു 90 വയസ്സൊക്കെ ഉള്ളപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണത്. ഈ ഒരു സ്ത്രീയാണ് ദമയന്തി ദേയ് സബർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ടെക്സ്റ്റിലേക്ക് കിടക്കാം നമ്മൾ. She was working in the fields along with other Adivasi women when a youngster from their village, Saliha, came racing to them yelling. ഇപ്പോൾ ഇവിടെ ഷീ എന്ന് ഉദ്ദേശിക്കുന്നത് അറിയാം, ദമയന്തി ദേയ് സബറിനെയാണ്. അപ്പോൾ കഥ ഒരുപാട് പിന്നിലോട്ട് പോവുകയാണ് കേട്ടോ, ഫ്ലാഷ് ബാക്ക് എന്നോണം പറയുകയാണ്. ദമയന്തി ദേയ് സബർ ഫീൽഡിൽ മറ്റ് ആദിവാസി സ്ത്രീകളോടൊപ്പം ജോലി ചെയ്യുമായിരുന്നു അവളുടെ വില്ലേജായിട്ടുള്ള സാലിഹയിൽ. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു, യെലി എന്ന് പറഞ്ഞാൽ എന്താ, അലറി വിളിക്കുക. അലറി വിളിച്ചിട്ട് പറഞ്ഞു എന്താ, ദേ ആർ അറ്റാക്കിങ് ദ വില്ലേജ്, ദേ ഹാവ് അസോൾട്ടഡ് യുവർ ഫാദർ, ദേ ആർ ടോർച്ചറിങ് അവർ ഹൗസ്. ഇവിടുത്തെ ദേ എന്ന് ഉദ്ദേശിക്കുന്നത് ആര്, ബ്രിട്ടീഷുകാരെയാണ്. അപ്പോൾ ഈ ഒരു ചെറുപ്പമായിട്ടുള്ള ആ ഒരു യങ്സ്റ്റർ വന്നിട്ട് പറയുകയാണ്, അവർ നമ്മുടെ വില്ലേജ് അറ്റാക്ക് ചെയ്യുകയാണ്, അവർ നമ്മളെ എന്താ പറയുന്നത്, ദേ ഹാവ് അസോൾട്ടഡ് യുവർ ഫാദർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാ, സാലിഹാൻ്റെ അച്ഛനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. സാലിഹാനും ദമയന്തി ദേയ് സബറും ഒന്ന് തന്നെയാണ്, തെറ്റിപ്പോവരുത്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്, അങ്ങനെ പറയുകയാണ് കേട്ടോ. ദേ വർ ആംഡ് ബ്രിട്ടീഷ് പോലീസ്. അപ്പോൾ ആരായിരുന്നു, ബ്രിട്ടീഷുകാരുടെ പോലീസായിരുന്നു. ഹു ഹാഡ് ക്രാക്ക്ഡ് ഡൗൺ ഓൺ എ വില്ലേജ്. അവരൊരു വില്ലേജിലേക്ക് എത്തി, എന്നിട്ട് അവരെന്താണ് ചെയ്യാൻ പറ്റാവുന്നിടത്തോളം ക്രൂരതകൾ ചെയ്യാണ്. മെനി അതർ വില്ലേജസ് വെർ റേസ്ഡ്. ഇവരുടെ വില്ലേജ് മാത്രമല്ല ബാക്കി അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ഗ്രാമങ്ങൾ അവർ പിടിച്ചെടുത്തു, ബേൺഡ്, കത്തിച്ചു. ഡൗൺ ദെയർ ഗ്രെയിൻഡ് ലൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ഗ്രെയിനൊക്കെ കൊള്ളയടിച്ചും കൂടെ കൊണ്ടുപോവാണ്. ദ റിബൽസ് വർ ബീങ് ഷോൺ ദെയർ പ്ലേസ്. റിബൽസ് അവർക്ക് പറ്റാവുന്ന പോലെ എതിർത്ത് നിൽക്കുന്നുണ്ട്, പക്ഷേ കാര്യമില്ല. ദമയന്തി ദേയ് സബർ, അപ്പം നമ്മുടെ ഈ ഒരു കഥയിലെ ഹീറോയിനായിട്ടുള്ള ദമയന്തി ദേയ് സബർ ആൻഡ് ആദിവാസി ഓഫ് സബർ ട്രൈബ്. ഞാൻ പറഞ്ഞു സബർ എന്ന് പറഞ്ഞ ഗോത്രത്തിലെ ഒരു ആദിവാസി യുവതിയാണ്. റേസ്ഡ് ബാക്ക് ടു സാലിഹ. അവൾ ആ ഒരു പണി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് അവളുടെ വില്ലേജായിട്ടുള്ള സാലിഹയിലേക്ക് ഓടിയെത്തി വിത്ത് 40 അതർ യങ് വുമൺ. അവൾ മാത്രമല്ല ഒരു ബാക്കി 40 അതർ യങ് വിമൻ സ്ത്രീകളും അവളുടെ കൂടെ ഉണ്ടായിരുന്നു. മൈ ഫാദർ എന്നോട് ഉദ്ദേശിക്കുന്നത് ആരുടെയാ, സാലിഹാരെ ഫാദർ. ആ സമയത്ത് ദമയന്തി ദേയ് സബറിൻ്റെ ഫാദർ, അതായത് സാലിഹാൻ്റെ ഫാദർ.
അവിടെ കെടുക്കുകയായിരുന്നു. ലൈങ് ഓൺ ദ ഗ്രൗണ്ട്, വെറുതെ കെടുക്കുക മാത്രമല്ല ചോര വാർന്നു പോകുന്നുണ്ടായിരുന്നു. സെയ്സ് ദ ഏജിങ് ഫ്രീഡം ഫൈറ്റർ. അപ്പോൾ ആ ഒരു കഥ അവൾ പറയുകയാണ്. സെയ്സ് ദ ഏജിങ് ഫ്രീഡം ഫൈറ്റർ ആരാ? ഇപ്പോൾ ഇവിടുത്തെ ഏജിങ് ഫ്രീഡം ഫൈറ്റർ ആരാ? ദമയന്തി ദേസബർ. അപ്പോൾ ദമയന്തി ദേസബർ ആണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പറയുകയാണ്, എൻ്റെ അച്ഛൻ ആ സമയത്ത് അവിടെ ബ്ലഡൊക്കെ പോയിട്ട് കെടുക്കുന്നുണ്ടായിരുന്നു. ഹി ഹാഡ് എ ബുള്ളറ്റ് ഇൻ ഹിസ് ലെഗ്. അച്ഛൻ്റെ കാലിൽ എന്തും ഉണ്ടായിരുന്നു? അവർ വെടിവെച്ചിട്ടുള്ള ഒരു ബുള്ളറ്റും കാണാൻ പറ്റുമായിരുന്നു. ദാറ്റ് മെമ്മറി ബ്രിങ്സ് അലൈവ് എ മൈൻഡ് അതർവൈസ് ഫെയ്ഡി. അപ്പോൾ ചെറുതായിട്ട് മാത്രമാണ് ഇപ്പോൾ ദമയന്തി ദേസബറിന് അതൊക്കെ ഓർമ്മയുള്ളൂ, കുറേശ്ശെ. കാരണം എന്താ, അവർക്ക് ഒരുപാട് പ്രായമായി, 90 ഇയേഴ്സ് 90 വയസ്സൊക്കെ ആയിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ അവരുടെ ആ ഓർമ്മയിൽ അത് ഓർത്തെടുക്കുകയാണ്. എന്നിട്ട് അവർ പറയാണ്, ഐ ലോസ്റ്റ് മൈ ടെമ്പർ. എൻ്റെ അച്ഛനെ ആ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ടെമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ ഒരു ക്ഷമ നഷ്ടപ്പെട്ടു. ആൻഡ് അറ്റാക്ക് ദാറ്റ് ഓഫീസർ വിത്ത് ദ ഗൺ. ഞാനെന്താ ചെയ്തേ, ആ ഒരു ഗണ്ണ് കൊണ്ട് തന്നെ ആ ഓഫീസറിനെ അറ്റാക്ക് ചെയ്തു. ഇൻ ദോസ് ഡേയ്സ് വി ഓൾ ടുക്ക് ലാത്തീസ്. അത് കൂടാഞ്ഞിട്ട് ഞങ്ങൾ അന്നൊക്കെ ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവുമായിരുന്നു? ലാത്തീസ് ഉണ്ടായിരുന്നു. ഈ സ്ത്രീകളുടെ കൈകളിലൊക്കെ ലാത്തീസ് ഉണ്ടാവുമായിരുന്നു എന്ന് പറയാണ്. എന്തിനാ? ആസ് വി വെൻറ്റ് ടു വർക്ക് ഇൻ ദ ഫീൽഡ് ഓഫ് ഫോറസ്റ്റ്. കാരണം കാട്ടിലേക്ക് അല്ലെങ്കിൽ പാടത്തേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കാട്ടുജീവികളുടെ ആക്രമണം വരും. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അന്ന് അവിടുത്തെ സ്ത്രീകളുടെ കയ്യിലൊക്കെ ലാത്തീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലാത്തിയൊക്കെ ഉപയോഗിച്ച് അവൾ ആ പോലീസുകാരനെ തിരിച്ച് ആക്രമിക്കുകയാണ്. യു ഹാഡ് ടു ഹാവ് സംതിങ് വിത്ത് യു ഇൻ ദ കേസ് വൈൽഡ് അനിമൽസ് ഷോൺ അപ്പ്. അപ്പോൾ ഈ ഒരു മൃഗങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിനാണ് ലാത്തീസ് പിടിക്കാറ്. ആ ലാത്തി ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുകയാണ്. ആസ് ഷീ അറ്റാക്ട് ദ ഓഫീസർ. അപ്പോൾ അവളെന്താ ചെയ്ത, ആ ഓഫീസറിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാണ്. ദ 40 അതർ വിമൻ വിത്ത് ഹെർ ടേൺ ദ ലാത്തീസ്. ബാക്കി ഉണ്ടായിരുന്ന 40 സ്ത്രീകൾ അവരുടെയും ലാത്തി എടുത്ത് ഓൺ ദ റെസ്റ്റ് ഓഫ് റെയ്ഡിങ് ഫോഴ്സ്. ബാക്കിയുള്ള പട്ടാളക്കാർക്ക് നേരെയും അല്ലെങ്കിൽ പോലീസുകാർക്ക് നേരെയും അവരും ആക്രമണം തുടങ്ങി. ഐ ചേസ് ദ സ്കൗണ്ട്രൽ ഡൗൺ ദ സ്ട്രീറ്റ്. ആ ഒരു സ്കൗണ്ട്രലിനെ എന്നുദ്ദേശിക്കുന്നത് ആരാ? ദമയന്തി ദേസബറിൻ്റെ അച്ഛനെ ആക്രമിച്ച ആ ഒരു ഉദ്യോഗസ്ഥനെ ഓടിപ്പിച്ചു ആ സ്ട്രീറ്റിൽ നിന്നാണ് പറയുന്നത്. ഷീ സേയ്സ് ആംഗ്രി ബട്ട് ഓൾസോ ചക്ലിങ്. ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇത്ര പ്രായമുള്ള ദമയന്തി ദേസബർ ഒരു വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ അച്ഛനെ ആക്രമിച്ച ബ്രിട്ടീഷ് പട്ടാളം ആക്രമിച്ച കാര്യം പറയുമ്പോൾ ദേഷ്യത്തോടു കൂടെ വിറക്കുണ്ടായിരുന്നു എന്ന് പറയണം. റെയിനിങ് ബ്ലോസ് ഓൺ ഹിം. അത്രയും ആ ഒരു ദേഷ്യത്തിൻ്റെ കാര്യമാണ്. ഷി വാസ് ടു സർപ്രൈസ് ടു ഡു എനിത്തിങ് എൽസ്. ഹി റാൻ. അപ്പോൾ ഈ അടി കൊണ്ടപ്പോൾ ഇയാൾ ഓടി. ഷി ബീറ്റ് ആൻഡ് ചേസ്ഡ് എ മാൻ അറൗണ്ട് ദ വില്ലേജ്. അവൾ ഓടി എത്താവുന്ന സ്ഥലത്തൊക്കെ എത്തി ഈ പോലീസുകാരനെ അടിച്ചു. ഷി ദെൻ പിക്ക്ഡ് അപ്പ് ഹെർ ഫാദർ. എന്നിട്ട് ഓടി വന്ന് അച്ഛനെ പിടിച്ചു. ആൻഡ് ടുക്ക് ഹിം എവേ ഫ്രം ദ സ്പോട്ട്. എന്നിട്ട് ആ ഒരു സ്പോട്ടിൽ നിന്നും കൊണ്ടുപോയി. ഹി വാസ് അറസ്റ്റഡ് ലേറ്റർ. പക്ഷെ പിന്നീട് ദമയന്തി ദേസബറിൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തു. ദോ വൈൽ ലീഡിങ് യെറ്റ് അനദർ അജിറ്റേഷൻ. വേറെ എന്തോ പോരാട്ടത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് പോലീസുകാർ പിന്നെ ഈ അച്ഛനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയാം. കാർത്തിക് സബർ. അപ്പോൾ ദമയന്തി ദേസബറിൻ്റെ അച്ഛൻ്റെ പേരെന്തായിരുന്നു? കാർത്തിക് സബർ. എന്താണ്? കാർത്തിക് സബർ വാസ് എ കീ ഓർഗനൈസർ ഓഫ് ആൻറ്റി ബ്രിട്ടീഷ് മീറ്റിംഗ്സ് ഇൻ ഏരിയ. ആ ഏരിയയിൽ എന്താ പറയുക, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ ഒരു വലിയ ഓർഗനൈസറായിരുന്നു അച്ഛനായിട്ടുള്ള കാർത്തിക് സബർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ദമയന്തി ദേസബർ ഈസ് നോൺ ആസ് സാലിഹാൻ. ദമയന്തി നേരത്തെ പറഞ്ഞു, ദമയന്തി ദേസബറിനെ തന്നെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സാലിഹാൻ എന്ന് വിളിക്കുന്നത്. ആഫ്റ്റർ ദ വില്ലേജ് ഇൻ നൊബാഡ ഡിസ്ട്രിക്ട്. കാരണം അവളുടെ ഗ്രാമത്തിൻ്റെ പേരാണ് എന്ത്? സാലിഹ. വേർ ഷി വാസ് ബോൺ. അവിടെയാണ് അവൾ ജനിച്ചത്. അതുകൊണ്ടാണ് അവളെ സാലിഹാൻ എന്ന് വിളിക്കുന്നത്. എ ഫ്രീഡം ഫൈറ്റർ ഓഫ് ഒഡീഷ. അവൾ എവിടുത്തുകാരിയാണ്? ഒഡീഷക്കാരിയാണ്. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. സെലിബ്രേറ്റഡ് ഫോർ ഹാവിങ് ടേക്കൺ ഓൺ ആൻ ആംഡ് ബ്രിട്ടീഷ് ഓഫീസർ വിത്ത് ലാത്തി. ചരിത്രം നോക്കുമ്പോൾ ഒരു ബ്രിട്ടീഷ് ഓഫീസറെ ലാത്തി കൊണ്ട് അടിച്ച് ഓടിപ്പിച്ച ഒരു ഫൈറ്ററും കൂടിയാണ്. ദർ ഈസ് എ ഫിയർലെസ്നെസ് അബൌട്ട് ഹെർ. ഒരു ഭയം അവൾക്കില്ല. സ്റ്റിൽ ഇപ്പോഴും ഇത്ര പ്രായമായിട്ടും ഭയം ഇല്ല. ഷി ഡസ് നോട്ട് ബിലീവ് ദോ ദാറ്റ് ഷി ഡിഡ് എനിത്തിങ് എക്സ്ട്രാ ഓർഡിനറി. എന്നിട്ട് പോലും അന്ന് ആ ഒരു പട്ടാളക്കാരനെ അന്ന് ബ്രിട്ടീഷുകാരുടെ പോലീസുകാരെ അടിച്ചോടിപ്പിച്ചത് ഒരു വലിയ സംഭവമാണെന്ന് അവരിപ്പോഴും പറയുന്നില്ല. ഷി ഡസൻ ഡ്വെൽ ഓൺ ഇറ്റ് എനിവേ. അതിനെപ്പറ്റി വലിയൊരു പൊങ്ങച്ചമായിട്ടൊന്നും അവർ പറയുന്നില്ല.
എന്താ പറയുന്നത് നേരെ? ദേ ഡിസ്ട്രോയിഡ് അവർ ഹോംസ്. ബ്രിട്ടീഷിൻ്റെ പോലീസ് ഞങ്ങളുടെ വീടുകൾ നശിപ്പിച്ചു. അവർ ക്രോപ്സ്, ഞങ്ങളുടെ ധാന്യങ്ങൾ നശിപ്പിച്ചു. ആൻഡ് ദേ അറ്റാക്ക്ഡ് മൈ ഫാദർ, എൻ്റെ അച്ഛനെ അറ്റാക്ക് ചെയ്തു. ഓഫ് കോഴ്സ് ഐ വുഡ് ഹാവ് ഫോട്ട് ദം, തിരിച്ചും ഞാൻ ആക്രമിച്ചേ പറ്റൂ. എത്രയാണ് അവർ പറയുന്നത്? ദ ഇയർ വാസ് 1930. അന്ന് ഏതായിരുന്നു വർഷം? 1930. ആൻഡ് ഷീ വാസ് അറൗണ്ട് 16 years old. ഇതൊക്കെ നടക്കുന്ന സമയത്ത് അവരുടെ പ്രായം വെറും എത്രയാണ്? 16 വയസ്സ് മാത്രമാണ്. ദ രാജ് വാസ് ക്രാക്കിംഗ് ഡൗൺ. ദ രാജ് എന്നോട് ഉദ്ദേശിക്കുന്ന ആര്യ? ബ്രിട്ടീഷ് രാജ്, ബ്രിട്ടീഷ് പോലീസ്. അവർ ക്രാക്കിംഗ് ഡൗൺ ഓൺ പ്രോ ഇൻഡിപെൻഡൻസ് മീറ്റിംഗ്. ഇൻഡിപെൻഡൻസിന് മുൻപ് പല സമയത്ത് പല സ്ഥലങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകളെ അവർ അടിച്ചമർത്തുകയാണ്, പ്രത്യേകിച്ചും വിപ്ലവകരമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ. Damayanti's charge against the British and their police was a feature of what came to be known as Saliha uprising and firing. അപ്പോൾ ദമയന്തി ദേസബർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ അതിനെ സാലിഹ അപ്രൈസിങ്, സാലിഹ എന്ന് പറഞ്ഞ വില്ലേജിലെ ആളുകളുടെ ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഫയറിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ദമയന്തി വാസ് ക്ലോസിങ് ഇൻ ഓൺ 90. ഇപ്പോൾ ഈ ഒരു സായിനാഥ്, നമ്മുടെ ആർട്ടിക്കിളിൻ്റെ ഓഥറായിട്ടുള്ള സായിനാഥ് ദമയന്തി ദേസബറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഞാൻ പറഞ്ഞു അവരുടെ പ്രായം എത്രയാണ്? 90 വയസ്സാണെന്നാണ് പറയുന്നത്. ദമയന്തി വാസ് ക്ലോസിങ് ഇൻ ഓൺ 19, 90 വയസ്സായി എന്ന് പറയണം. വെൻ ഐ മെറ്റ് ഹെർ, ഇവിടെ ഐ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എഴുത്തുകാരനായിട്ടുള്ള സായിനാഥ്. ഈ സ്ത്രീനെ കാണാൻ പോയപ്പോൾ 90 വയസ്സായിട്ടുള്ള ഒരു വൃദ്ധയാണ് അവർ. ദർ ഈസ് സ്റ്റിൽ സ്ട്രെങ്ത് ആൻഡ് ബ്യൂട്ടി ഇൻ ഹെർ ഫേസ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ കണ്ണുകളിലും മുഖത്തും ഇപ്പോഴും ആ ഒരു ധൈര്യം, ശക്തി അല്ലെങ്കിൽ ബ്യൂട്ടി കാണാൻ പറ്റും. എമാൻസിയേറ്റഡ് ആൻഡ് ഫാസ്റ്റ് ലോസിങ് ഹെർ സൈറ്റ്. അപ്പോൾ എന്താണ്, പതുക്കെ അവർക്ക് കാഴ്ചയുടെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ടെന്ന് പറയണം. ബട്ട് പ്രോബബ്ലി ബ്യൂട്ടിഫുൾ, ടാൾ ആൻഡ് സ്ട്രോങ് വെൻ യങ്. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു ഇത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ചെറുപ്പത്തിൽ അവർ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡി ആയിരുന്നു, സ്ട്രോങ് ആയിരുന്നു എന്നൊക്കെ. ഹെർ ലോങ് ആംസ്, നല്ല നീളമുള്ള കൈകളാണ്. വിത്ത് സ്റ്റിൽ ഹിൻഡ് ഓഫ് ഹിഡൻ വിഗർ, ഇപ്പോഴും ആ ഒരു അവരുടെ ഉള്ളിലുള്ള ആ തീപ്പൊരിയുണ്ട്. മസ്റ്റ് ഹാവ് yielded a mean ലാത്തി, അതുകൊണ്ടായിരിക്കും അവർ അന്ന് ലാത്തി ചാർജ് വരെ പോലീസുകാരനെ ചെയ്തത്. ദാറ്റ് ഓഫീസർ മസ്റ്റ് ഹാവ് ഹാഡ് എ റഫ് ടൈം, അയാൾക്ക് അന്നത്തെ അടി കിട്ടിയ ഓഫീസർക്ക് എന്തായാലും ആ സമയം ഒരു മോശം സമയം ആയിരിക്കും. ഹി സർട്ടൺലി ഹാഡ് ദ റൈറ്റ് ഐഡിയ ഇൻ റണ്ണിങ്, അയാൾ കൃത്യമായിട്ട് ഓടിയിട്ടും ഉണ്ടായിരിക്കും എന്ന് പറയണം. ഹെർ ഇൻക്രെഡിബിൾ കറേജ്, ഹെർ എന്ന് പറയുമ്പോൾ ആരുടെയാണ്? ദമയന്തി ദേസബറിൻ്റെ അത്രയും ശക്തമായിട്ടുള്ള ധൈര്യം. അൺറിവാർഡഡ്, അതിന് പകരമായിട്ട് അവരുടെ പേര് പോലും ആരും പറഞ്ഞില്ല, ഒരു റിവാർഡും അവർക്ക് കിട്ടിയില്ല. ആൻഡ് ഔട്ട്സൈഡ് ഹെർ വില്ലേജ്, അവളുടെ വില്ലേജിന് പുറത്ത്. ലാർജ്ലി ഫോർഗോട്ടൻ, എല്ലാവരും അവളെ മറന്നു, സാലിഹാൻ എല്ലാവരും മറന്നു. വെൻ ഐ സോ ഹെർ, വെൻ ഐ ആരവിടുത്തെ? സായിനാഥ്. അപ്പോൾ എഴുത്തുകാരനായിട്ടുള്ള സായിനാഥ് ദമയന്തി ദേസബറിനെ കാണുമ്പോൾ എന്താ അവരുടെ അവസ്ഥ? വാസ് ലിവിങ് ഇൻ ഡിഗ്രേഡിങ് പോവർട്ടി ഇൻ ബാർഗാർ ഡിസ്ട്രിക്റ്റ്. ബാർഗാർ ഡിസ്ട്രിക്റ്റിലെ ഒരു ഭയങ്കര ദരിദ്ര ജീവിതമാണ് അവർ നയിക്കുന്നത്. എ മൾട്ടി കളേർഡ് ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് ഒതൻറ്റിക്കേറ്റിംഗ് ഹെർ ഹീറോയിസം വാസ് ഹെർ ഓൺലി പൊസിഷൻ. ഒരു 2 കളറിലുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള പഞ്ചായത്തോ മറ്റോ കൊടുത്തതായിരിക്കണം ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അവരുടെ കയ്യിൽ. അതിൽ അവരുടെ ഒരു ബ്രേവറിനെ പറ്റിയിട്ടും അവർ കാണിച്ച ധൈര്യത്തെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു ഹീറോയിസത്തിൻ്റെയൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് മാത്രമാണ് അവർക്ക് സ്വന്തമായിട്ടുള്ളത്. ദാറ്റ് ടു സ്പോക്ക് മോർ ഓഫ് ഹെർ ഫാദർ ദാൻ ഓൺ ഹെർ. പക്ഷേ ആ സർട്ടിഫിക്കറ്റിൽ പോലും കൂടുതലും അവരുടെ അച്ഛനെ പറ്റിയിട്ടാണ് പറയുന്നത്, അവരെ കുറിച്ചിട്ടല്ല. ആൻഡ് ഡിഡ് നോട്ട് റെക്കോർഡ് ദ കൗണ്ടർ അറ്റാക്ക് ഷീസ് ലെഡ്. ആ ബ്രിട്ടീഷുകാരുമായിട്ട് അവൾ ഉണ്ടായ ലാത്തി ചാർജ് പോലും അതിൽ എഴുതിയിട്ടില്ല. ഷീ ഹാഡ് നോ പെൻഷൻ, അവർക്കൊരു പെൻഷനും ഇല്ല. നോ അസിസ്റ്റൻസ് ഫ്രം ഐദർ ദ സെൻറ്റർ ഓർ ദ സ്റ്റേറ്റ്, ഒരു പെൻഷനും ഇല്ല, ഒരു അസിസ്റ്റൻസും ഇല്ല. ഷീ സ്ട്രഗിൾ ടു റിമെമ്പർ ദ വൺ തിങ് സ്പാർക്കിംഗ് ഹെർ മൈൻഡ് വാസ് ദ സ്റ്റോറി ഓഫ് ഹെർ ഫാദർ കാർത്തിക് സബർ ബീങ് ഷോട്ട്. പക്ഷെ ഇപ്പോൾ അവളുടെ ഓർമ്മകളൊക്കെ പതുക്കെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ അച്ഛനായിട്ടുള്ള കാർത്തിക് സബറിനെ അന്ന് വെടിവെച്ച കാര്യം അവർ കഷ്ടപ്പെട്ടാണ് ഓർത്തെടുക്കുന്നത്.
വെൻ ഐ ബ്രോട്ട് ദാറ്റ് അപ്പ് ഷീ സ്പോക്ക് വിത്ത് ആൻ ആങ്കർ. ഇത് ഓർത്ത് എടുത്തപ്പോൾ അവർ ഭയങ്കര ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. ലൈക്ക് ഇറ്റ് വാസ് ഹാപ്പനിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹർ. ഇപ്പോൾ അവരുടെ മുന്നിൽ നടക്കുന്ന പോലെ. ഇറ്റ് വാസ് റീകൈൻഡിൽഡ് അതർ മെമ്മറീസ്. അപ്പോൾ അങ്ങനെ അത് ഓർത്തെടുത്തപ്പോൾ മറ്റ് പല ഓർമ്മകളും അവർക്ക് വരികയാണ്. എന്നിട്ട് അവർ പറയാണ് മൈ എൽഡർ സിസ്റ്റർ. മൈ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാ? ദമയന്തി ദേയ് സബറിൻ്റെ മൂത്ത ചേച്ചി. ആരാ? ബാൻദേയ് ആൻഡ് ഗംഗാറ്റലീൻ ആൻഡ് സക്കാറ്ററി. അവർ 2 other women ഓഫ് ദ ട്രൈബ് ദേ 2 were arrested. അപ്പോൾ ഈ 2 സിസ്റ്റർ ആരാ? എൽഡർ സിസ്റ്ററായിട്ടുള്ള ബാൻദേയും ദെൻ ഗംഗാചലൻ പിന്നെ സക്കാറ്ററൻ, ഇവരൊക്കെ അറസ്റ്റ് ചെയ്തു എന്ന് പറയാണ്. ദേ ആർ ഓൾ ഗോൺ നൗ. അവരിപ്പോൾ എല്ലാവരും മരിച്ചു എന്ന് പറയും. ഫാദർ സ്പെൻഡ് 2 years ഇൻ റായ്പൂർ ജയിൽ. അച്ഛനായിട്ടുള്ള കാർത്തിക് സബറും വന്ന് 2 വർഷം ജയിലിൽ ചിലവഴിക്കേണ്ടി വന്നു. ഇപ്പം എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഹെർ റീജിയൻ, ഇപ്പോഴത്തെ അവൾ താമസിക്കുന്ന ആ വില്ലേജ് എന്ന് പറയണത് ഡൊമിനേറ്റഡ് ബൈ ഫ്യൂഡൽസ്, ജന്മികൾ തന്നെയാണ് ഇപ്പോഴും ഭരിക്കുന്നത്. ഹു ആർ കൊളാബറേറ്റേഴ്സ് ഓഫ് രാജ്. അന്ന് ബ്രിട്ടീഷുകാരെ സഹായിച്ച ആളുകൾ തന്നെയാണ് അവളുടെ വില്ലേജ് ഇപ്പോൾ ഭരിക്കുന്നത്. ദേ ഹാവ് ബെനിഫിറ്റഡ് മോർ ഫ്രം ഫ്രീഡം. അവർക്ക് സ്വാതന്ത്ര്യത്തിൽ നിന്നും ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് പറയാണ്. ദാറ്റ് സാലിഹാൻ ആൻഡ് ഹെർ കൈൻഡ് ഫോട്ട് ഫോർ. സാലിഹാനും അവളുടെ ബാക്കിയുണ്ടായിരുന്ന ആദിവാസി സ്ത്രീകളും എല്ലാവരും കൂടി പരിശ്രമിച്ചതിൻ്റെ ഫലമായി കിട്ടിയ ആ ഒരു സ്വാതന്ത്ര്യത്തിന് കൂടുതൽ ഗുണം കിട്ടിയതാരാ? ഈ ജന്മികൾക്കാണെന്നാണ് പറയുന്നത്. ഷീ ഗീവ്സ് എസ് എ ഗ്രേറ്റ് സ്മൈൽ. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിനായിട്ട് ചെന്നിട്ടുള്ള പി സായിനാഥിനെ ഇത്രയും പ്രായമായിട്ട് കൂടെ നല്ലൊരു ചിരി കൊടുത്തു അവർ. മെനി ഗ്രേറ്റ് സ്മൈൽസ് എന്ന് പറയാണ്. ബട്ട് ഷീ ഈസ് ടയറിങ്. അവർക്ക് പ്രായത്തിൻ്റേതായ എല്ലാ ക്ഷീണങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ഷീ സ്ട്രഗിൾസ് ടു റീകോൾ ദ നെയിംസ് ഓഫ് ഹെർ 3 sons. അവൾക്ക് സ്വന്തം മക്കളുടെ പേര് തന്നെ ശരിക്കും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 3 ആൺമക്കളായിരുന്നു. എന്താ പേര്? വിഷ്ണു ബോയ്, അങ്കുർ ബോയ് ആൻഡ് അക്കൂറ ബോയ്. ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഓർത്തെടുത്തത്. ഷീ വേവ്സ് അറ്റ് us ആസ് വി സേ ഗുഡ് ബൈ. അപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പോരുകയെന്ന് പറഞ്ഞപ്പോൾ അവളിങ്ങനെ കൈ വീശി കാണിച്ചു എന്ന് പറയാണ്. ആൻഡ് ലീവ്. ഞങ്ങൾ പോരുമ്പോൾ കൈ വീശി കാണിച്ചു. ദമയന്തി ദേയ് സബർ സാലിഹാൻ ഈസ് സ്റ്റിൽ സ്മൈലി. അപ്പോൾ അവർ ഇപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയാണ്. അപ്പോൾ ഇത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി സായിനാഥ് ദമയന്തി ദേയ് സബറിനെ കാണാനായിട്ട് അവരുടെ വീട്ടിൽ പോയി അവരുമായിട്ടൊരു ഇൻ്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണ്. 2002 കേട്ടോ ഈ ഇൻ്റർവ്യൂ നടക്കുന്നത്. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ അവർ മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഇനിയൊരു സാലിഹാന് വേണ്ടിയിട്ട് ദമയന്തി ദേയ് സബറിന് വേണ്ടിയിട്ട് പി സായിനാഥ് എഴുതിയ ഒരു പോയം കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.